കെ.സി. വേണുഗോപാൽ തിരികെ ദില്ലിയിൽ പോകുന്ന ഘട്ടത്തിലാണോ മാധ്യമങ്ങളോട് സംസാരിച്ചത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചത്? തീർച്ചയായും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം ഈ ശശി തരൂർ വിഷയത്തിൽ നിലവിൽ നേതാക്കൾ തുടരുന്ന അതേ നിലപാട് തന്നെയാണ് തുടരുന്നതെന്നുള്ളതാണ്. ഒരു സംസാരിക്കാതെ ഒഴിഞ്ഞുമാറാനുള്ള നീക്കം നടത്തിയെങ്കിലും പിന്നീട് പറഞ്ഞത് ചെറിയ വിമർശനങ്ങളെ നിങ്ങൾ പർവ്വതീകരിക്കുകയാണ്, മറ്റെന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തായാലും ശശി തരൂർ വിഷയത്തിൽ AICC-യും ഒരേ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മൗനം തുടരുക എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. നന്മയുള്ള വിമർശനങ്ങൾ സ്വീകരിക്കും, ചെറിയ വിമർശനങ്ങളെ അത് ഗൗരവമായി കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇത്തവണയും ഒഴിഞ്ഞു മാറുകയാണ്. എന്തായാലും പ്രതികരിച്ചു. പക്ഷേ ഈ വിഷയത്തിൽ അധികം കടുത്ത നിലപാടിലേക്ക് പോകാൻ ഇപ്പോൾ നിലവിൽ തയ്യാറല്ല. ഒരുപക്ഷെ AICC നേതൃത്വവും മറ്റ് നേതാക്കളുമൊക്കെ ആലോചിച്ചായിരിക്കും ഇക്കാര്യത്തിൽ ഏത് തരത്തിൽ ശശി തരൂരിന് എതിരെ നടപടി വേണമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ശാസനയോ തിരുത്തലോ ഒക്കെ വേണ്ട സാഹചര്യമുണ്ടോ എന്ന കാര്യമൊക്കെ ആലോചിക്കും. നിലവിൽ എന്തായാലും ഇക്കാര്യത്തിലുള്ള മൗനം കടുപ്പിക്കാതെയുള്ള നിലപാട് തന്നെയാണ് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും നൽകുന്നത്. അല്ല, പക്ഷേ അപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചോ? ഇന്നലെ പത്തനംതിട്ടയിൽ ഞാൻ രാവിലെ പറഞ്ഞു, അതിൻ്റെ ചില വിശദാംശങ്ങളൊന്ന് പ്രേക്ഷകർ കൂടി അറിയാൻ വേണ്ടി പറയാം. അതായത് അദ്ദേഹം പറഞ്ഞത് മൂന്നാം പിണറായി അല്ലെങ്കിൽ വീണ്ടും ഇടത് സർക്കാർ തന്നെ വരുമെന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്, കേരളത്തിൽ ഇപ്പോൾ ചില രാജദാസന്മാർ ഇറങ്ങിയിരിക്കുന്നു. രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെയാണ് ചിലർ. രാജാവിനെ തൃപ്തിപ്പെടുത്താനുള്ള തന്ത്രമാണ് നടക്കുന്നത്. 3.0 പറ്റിയാണ് ഇവരുടെ സംസാരം. വിദൂഷകന്മാർ രാജാവിനെ തൃപ്തിപ്പെടുത്താൻ എന്തും ചെയ്യും എന്ന് പറയുന്ന നിലയിൽ ഇതിൽ പറയുന്നതൊക്കെ ഏതാണ്ട് ചെറിയ വിമർശനങ്ങളെ പർവ്വതീകരിക്കുന്നു എന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞ പോലെയാണോ? അദ്ദേഹം ഇന്നലെ ഏത് നിലയിലാണ് തരൂരിൻ്റെ വിമർശനങ്ങളോടൊരു നിലപാട് സ്വീകരിച്ചതെന്നുള്ളത് വ്യക്തമല്ലേ? ഇത് ചോദ്യമായി ആരെങ്കിലും അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചോ? ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇന്നലെ പത്തനംതിട്ടയിൽ പറഞ്ഞതെന്ന് ചോദിച്ചോ? തീർച്ചയായും ശരത്ത് ഓർമ്മിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് ശശി തരൂരിനെ ഉദ്ദേശിച്ചല്ല. ഞാൻ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന കുറച്ച് NGO യൂണിയൻ നേതാക്കൾ, അതുപോലെ തന്നെ സംഘടനാ നേതാക്കൾ ഒക്കെയുണ്ട്. അത് അവരെ പറ്റിയാണ് താൻ പറഞ്ഞത്. ശശി തരൂരിനെ മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പോകാതെ അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ അവിടെ നിന്ന് വിജിന് മനസ്സിലായോ? അങ്ങനെ ആരെങ്കിലും ഒരാളുടെ, സാധാരണ അങ്ങനെയാണല്ലോ, ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഒരാളെ ഓർമ്മ വരുമല്ലോ. കെ.സി. വേണുഗോപാൽ ഇങ്ങനെ ഞാൻ തരൂരിനെ കുറിച്ചല്ല NGO യൂണിയൻ നേതാക്കളെ കുറിച്ചെന്നൊക്കെ പറഞ്ഞു എന്നാണ് ഇപ്പോൾ വിജിൻ പറയുന്നത്. അത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോധ്യം വന്നോ? തീർച്ചയായും ഈ സാഹചര്യത്തിൽ അത് ആരെക്കുറിച്ചാണെന്ന് എന്തായാലും മനസ്സിലായിട്ടില്ല. അത് ഒറ്റയാരെ ഉദ്ദേശിച്ച് പറയാനുള്ള സാഹചര്യമേ നിലവിൽ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ വളച്ചൊടുക്കുകയാണ്. ചെറിയ അദ്ദേഹത്തോട് ചോദിക്കണ്ടേ അത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? വിജിൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. വേറെ ഏതെങ്കിലും നേതാക്കളാണെങ്കിൽ നിങ്ങൾ എന്തൊരു ആവേശമായിരിക്കും. അത് താങ്കൾ ആരെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്? ഞങ്ങൾക്കാർക്കും പിടികിട്ടിയില്ല. ഞങ്ങൾ ഇന്നലെയൊക്കെ ഈ വാർത്ത കൈകാര്യം ചെയ്ത മനുഷ്യരാണ്. താങ്കൾ ഈ പറഞ്ഞ നിലയിൽ ഒരാളുടെ ഒരു രേഖാചിത്രം തയ്യാറാക്കാൻ ഞങ്ങൾക്ക് മനസ്സിൽ കഴിയുന്നില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ പറയൂ, അങ്ങ് ആരെയാണ് ഇത്ര രൂക്ഷമായി പരിഹസിച്ച് ആക്ഷേപിച്ചത്? വിദൂഷകൻ എന്നൊക്കെ വിളിക്കാൻ അത് AICC-യുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു NGO യൂണിയൻ നിലയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു NGO തലത്തിൽ നിൽക്കുന്ന ആരെങ്കിലും കുറിച്ച് പറഞ്ഞതാണെങ്കിൽ അത് കടുപ്പമായിപ്പോയി. ആയിക്കോട്ടെ, അങ്ങനെ ആണെങ്കിൽ അത് പറയണ്ടേ? അപ്പോൾ അത് അദ്ദേഹത്തോട് അങ്ങനെയും ചോദിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. അങ്ങ് തന്നെ അത് വെളിപ്പെടുത്തണം, വ്യക്തമാക്കണം. ഇല്ല, ആ കാര്യം ചോദിച്ചിരുന്നു. അതായത് അക്കാര്യം ചോദിച്ചിരുന്നു ശരത്ത്. എന്തായാലും അപ്പോഴും അദ്ദേഹം പറഞ്ഞത്, നിങ്ങളിങ്ങനെ വാർത്തകൾ മാറ്റുകയാണ്, ഓരോന്ന് വളച്ചൊടിച്ച് തനിക്കെതിരെ വാർത്തകൾ ഉണ്ടാക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ചില മന്ത്രിമാരെ, മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന ചില മന്ത്രിമാരെയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരെയും ഒക്കെയാണ്. മുഖ്യമന്ത്രിയെ പറ്റി സ്തുതി പാഠകരായി പാട്ടുകൾ എഴുതുന്നു, അതിന് ദൃശ്യാവിഷ്കാരങ്ങൾ നൽകുന്നു, അവരെ പറ്റിയാണ് താൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ശശി തരൂരിനെ പറ്റിയല്ല എന്ന് ആവർത്തിക്കുക. ഈ ചോദ്യം ചോദിച്ചിരുന്നു നമ്മൾ. ഈ ഘട്ടത്തിൽ എന്തിനാണ് നമ്മുടെ മുമ്പിലൂടെ വിജിൻ നമ്മുടെ മുമ്പിലൂടെ അതൊക്കെ കുറേ ആളുകൾ വാർത്തയാക്കാനോ വിവാദമാക്കാനോ ഒക്കെ ശ്രമിച്ചിട്ട് എത്രയോ കാലമായി. ഇപ്പോൾ അതൊന്നും ഒരു വാർത്ത പോലുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിശദീകരണം തൃപ്തികരമായി നിലനിൽക്കുന്നതല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത്രയും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് അതിൽ നിന്ന് വളരെ സ്വാഭാവികമായി വിഷയങ്ങളിലേക്ക് പോകാമായിരുന്നു. കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഒരു നേതൃദാരിദ്ര്യമുണ്ടോ, ഒരു നേതാവില്ല എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രേക്ഷകരെന്ന നിലയിൽ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കൂടിയാണ് ഞാൻ പൊതുവിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് അത്തരം കാര്യങ്ങൾ ഇന്നലെ ഒന്നും അതിന് കഴിയുമായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം നടന്നു വരുമ്പോൾ തന്നെ
അദ്ദേഹം അവിടെ നിൽക്കാതെ ഒരു ശകലം പോലും നിൽക്കാതെ മൈക്ക് തള്ളി മാറ്റി പോവുമായിരുന്നു. ഇന്നത്ര നിന്നല്ലോ, നിന്നു, പറയാൻ ശ്രമിച്ചു. അപ്പോൾ ഈ കാതലായ ചോദ്യങ്ങൾ അദ്ദേഹത്തിലേക്ക് ചെന്നോ? തീർച്ചയായും. അതായത് ഈ കേരളത്തിൽ തുടർഭരണം ഉണ്ടാകില്ല, UDF തീർച്ചയായും അധികാരത്തിൽ വരും, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഇപ്പോൾ UDF ഒറ്റക്കെട്ടായി നടത്തുന്നത് എന്നൊക്കെയാണ് KC വേണുഗോപാൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ തന്നെ ചോദിച്ചു, അതിനുള്ളൊരു നേതൃദാരിദ്ര്യമുണ്ടോ? അങ്ങനെയാണല്ലോ ശശി തരൂർ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അതൊരു ചെറിയ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുക തന്നെ ചെയ്യും എന്നുള്ള മറുപടി ഉണ്ടായത്. നന്മയുള്ള വിമർശനമാണ് എന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ പറയുന്നത്. അതിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നന്മയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യൂ, നന്മയുള്ള വിമർശനങ്ങൾ നടക്കട്ടെ എന്നുള്ളതാണ്. താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചു, അത് തന്നെ ആവർത്തിക്കുകയാണ് പിന്നീട് വീണ്ടും KC വേണുഗോപാൽ ചെയ്തത്. എന്തായാലും ശശി തരൂരിനെയല്ല, ശശി തരൂരിനെ സംസാരിക്കുമെന്ന കാര്യത്തിൽ സംസാരിക്കുന്നതിന് എന്ത് ബുദ്ധിമുട്ട് എന്നാണ് ചോദിച്ചത്. എന്തായാലും ഇക്കാര്യത്തിലൊരു പൂർണ്ണമായ നിലപാടിലേക്ക് കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ACC ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുള്ള ഈ വാക്കുകളും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ ACC നേതൃത്വവും ഇക്കാര്യത്തിൽ ഒരു വിമർശനം ഉന്നയിക്കാനോ ഏതെങ്കിലും തരത്തിൽ ശശി തരൂരിനോട് ഇക്കാര്യത്തിലുള്ള ഒരു ചർച്ച നടത്താനോ മറ്റേതെങ്കിലും തരത്തിൽ ശശി തരൂരിനെ തിരുത്താനോ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഏതായാലും പത്തനംതിട്ടയിൽ KC വേണുഗോപാൽ വിളിച്ചത്, വിദൂഷകനെന്ന് വിളിച്ചത് ശശി തരൂരിനെ അല്ല എന്ന് ഉള്ള തരത്തിലാണ് അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞിട്ട് ദില്ലിക്ക് പോയത്, അല്ലേ? അതെ, തീർച്ചയായും. അതായത് അങ്ങനെ വിളിക്കാനുള്ള സാഹചര്യം, മറ്റാരെങ്കിലും പറ്റി അങ്ങനെ പറയാനുള്ള സാഹചര്യമോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന വിഷയത്തെ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് അങ്ങനെ ഒരു വിദൂഷകനെ പറ്റി പറയേണ്ട സാഹചര്യമായിരുന്നില്ല. അതിന് ഒറ്റ ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ശശി തരൂരാണ്. ശശി തരൂരാണ് ഇന്നലെ സർക്കാരിനെ പറ്റി പുകഴ്ത്തുകയും അതിനു മുമ്പ് സർക്കാരിനെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തത്. ഈ സർക്കാർ വീണ്ടും അധികാരത്തിലുള്ള വരാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ മറ്റാരെയും ഉദ്ദേശിക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ല ഇന്നലെ. എന്തായാലും ഇന്ന് ഇപ്പോൾ അദ്ദേഹം അത് തിരുത്തി പറയുകയാണ്. ശരത്ത്, ശരി വിജയൻ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എന്നാലും വിനിഷ, ഇത് ആരെക്കുറിച്ചായിരിക്കും KC വേണുഗോപാൽ പറഞ്ഞത്? അതായത് ചില രാജദാസന്മാർ ഇറങ്ങിയിരിക്കുന്നു, രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെയാണ് ചിലർ എന്ന് ഇന്നലെ തരൂര് പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ ഇന്നലെ വൈകിട്ട് KC വേണുഗോപാൽ പറയുന്നു. ഇന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ചല്ല എന്നുള്ള തരത്തിൽ. അപ്പോൾ പിന്നെ ആരെക്കുറിച്ചായിരിക്കും? വല്ലാത്ത ആശയം ആരെയായിരിക്കും എന്നാലും വിദൂഷകൻ എന്ന് വിളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഏതായാലും കുറച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഏതായാലും അദ്ദേഹം ദില്ലിക്ക് പോയിട്ടുണ്ട്.